എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ലൈം ലൈറ്റിലൂടെ പരിചയപ്പെടുത്തുന്നത് ആളൂർ ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഭീമാർമി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിലൂടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രാധാകൃഷ്ണൻ വക്കീലിനെയാണ്. അപ്പോൾ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള കാരണവും അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ സാറ് ഒട്ടനവധി പ്രസ്ഥാനത്തിൽ കോൺഗ്രസ് ആയാലും CPM അങ്ങനെയുള്ള നമ്മൾക്ക് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒത്തിരി പ്രസ്ഥാനങ്ങളിലൂടെ വന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം സാറിൻ്റെ അടുത്ത്, എന്താണ് സ്വതന്ത്രനായിട്ട് നിൽക്കാനുള്ളൊരു കാരണം? നമസ്കാരം. ഞാൻ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം വളരെയേറെ പ്രതീക്ഷയോടുകൂടി ഇന്ന് നോക്കിക്കാണുന്ന ഒരു അംബേദ്കർ മൂവ്മെൻ്റാണ് ഭീമാർമി എന്ന് പറയുന്നത്. അംബേദ്കറുടെ ആശയങ്ങൾക്ക് മാത്രമേ ഇന്നത്തെ ഇന്ത്യയെ എന്തൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പ്രതീക്ഷിച്ചത് ആ ഒരു ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മഹാനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ആശയങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. ശരി. അപ്പോൾ അത് നമ്മൾ മുൻകാലങ്ങളിൽ പല പ്രസ്ഥാനങ്ങളിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളെന്ന നിലയ്ക്ക് ഇടപെട്ടുവെങ്കിലും വരേണ്യവർഗ താല്പര്യങ്ങളാണ് ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലതുപക്ഷമായി കഴിഞ്ഞാലും സംഘപരിവാറിനെ പോലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളൊക്കെ സൂക്ഷിച്ചു പോകും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനയുടെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറയാണ് മതേതരത്വം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ മതേതരത്വം തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമില്ല. നമുക്കറിയാം, മാധ്യമപ്രവർത്തനായ സുധീർണപ്പുള്ള ആളുകൾക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ 8 മതങ്ങളുണ്ട്. ആ 8 മതങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു രാജ്യമാണത്. അപ്പോൾ അതിനെ തകർക്കുന്ന രീതിയിലാണ് ഇന്ന് ഇന്ത്യയിൽ ഈ ഭരണകൂടങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭീമാർമി മുന്നോട്ട് വയ്ക്കുന്നത്, ഭീമാർമി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഭീമാർമി ആശയം പ്രചരിപ്പിക്കുന്ന ഒരു മൂവ്മെൻ്റാണത്. ഭീമാർമി ഇപ്പോൾ അടുത്ത കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടുന്നതിലേക്ക് വലിയ ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ അടുത്ത ഉത്തരേന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പോട് കൂടി ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഒട്ടുക്ക് രൂപപ്പെടാൻ പോകണം. അപ്പോൾ ആസാദ് ഹിന്ദ് സമാജ് എന്നാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ കൂടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ നമ്മൾ മത്സരിക്കാൻ പോകുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലയ്ക്ക് ആസാദ് ഹിന്ദ് സമാജ് പ്രസ്ഥാനം ഇവിടെ വരും. അതിൽ അടിസ്ഥാന വർഗ്ഗങ്ങളും മുസ്ലിം മറ്റു ന്യൂനപക്ഷങ്ങളും പിന്നോക്കക്കാരും അതിൻ്റെ പുറകിൽ അണിനിരക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു ചോദ്യമുള്ളത്, സാറ് CPM അല്ലേ? അതെ, CPM ആ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തിച്ചു. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താങ്കൾ എല്ലാത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട്, അല്ലെങ്കിൽ അത് എന്താണ് ഒരു കാരണം? ഒരു സുപ്രഭാതത്തിലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ITയിൽ 1994 ITയിൽ പഠിക്കുക. ക്രൈസ്റ്റിലായിരുന്നു സാമ്പത്തിക ശാസ്ത്ര ബിരുദം കഴിഞ്ഞിട്ട് നേരെ ITയിലേക്ക് പോകുന്നത്. നമ്മുടെ ഇത് ഒരു രാഷ്ട്രീയ കുടുംബമാണ്, സാമൂഹ്യമായിട്ട് ഇടപെടുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ 2004 അന്നത്തെ കേരളത്തിൻ്റെ ഭീഷ്മാചാര്യൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ശ്രീമാൻ K കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സാണ് എന്നെ അന്ന് ആളൊരു ബ്ലോക്കിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ട്രഷറായിരുന്നു ഞാൻ. അന്നൊരു ട്രഷർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവുള്ളൂ. ഇന്ന് എല്ലാ ബ്ലോക്കിലും ഒരു 10 ട്രഷർമാർ വെച്ചിട്ടുണ്ടാവും കോൺഗ്രസ്സിലെന്താണ്. അപ്പം ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് താഴെത്തട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പ്രവർത്തനം സാമൂഹ്യ സേവനമായിരുന്നു, അധികാര രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടായില്ല. അപ്പോൾ അത് തിരിച്ചറിയുന്നതിൽ വൈകി, അത് മുതലെടുത്ത് അതിലുള്ള വരേണ്യവർഗം വൈകി എന്നാണോ പറയണേ? അതായത് അധികാരത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു രാഷ്ട്രീയമാണെന്നാണോ ആ ഒരു കാഴ്ച? അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷെ നമ്മൾ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി അതിൽ നിലകൊണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. അനീതിക്കെതിരെ ശബ്ദിക്കുക, ആ പാർട്ടിക്കകത്ത് തന്നെ നമ്മൾ ശത്രുവായിട്ട് മാറാം. എന്തെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
അനുഭവം നമുക്ക് ഒന്നായിരിക്കില്ല ചിലപ്പോൾ ഇഷ്ടംമാതിരി അനുഭവങ്ങൾ. ഏതെങ്കിലും നമുക്ക് മനസ്സിൽ തട്ടിയോ എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? അല്ല, അതിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപനം ആദ്യകാലത്ത് കരുണാകരൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം ഏറ്റവും എഡ്യൂക്കേറ്റഡായ ആളുകളെയാണ് ഈ പിന്നോക്കക്കാരിൽ നിന്നും പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പം ഞാൻ കരുതി സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമുള്ള എന്നെ ഈ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും സേവനങ്ങളിൽ എനിക്ക് അവസരം തരുമെന്ന് കരുതി. പക്ഷേ ഞാൻ ജനറൽ എന്ന കാറ്റഗറിയേക്കാൾ അപ്പുറമായിട്ട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്നതോടുകൂടി ചിന്ത വേറെ മാറി. അപ്പോൾ അവർ കരുതി നമ്മളൊരു സാധാരണ ഒരു റിസർവേഷനിൽ ഒതുക്കപ്പെടുന്ന ഒരാളായിരിക്കും അവർ തെറ്റിദ്ധരിച്ചു. അത് മാർക്സിസ്റ്റ് പാർട്ടിയിലും അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അവർ പുറത്താക്കല്ല, തീർച്ചയായിട്ടും അംബേദ്കർ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അവസാനത്തെ രാഷ്ട്രീയം എന്നാണ് കരുതുന്നത്. ഗാന്ധി രാഷ്ട്രീയം അതിൽ ഇടപെട്ട് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്, നമ്മൾക്ക് ഒരു സീറ്റ് കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ നമുക്ക്? ഇപ്പോൾ മത്സരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ആശയ പ്രചരണമാണ് ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യകാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ആശയങ്ങൾ പ്രചരിപ്പിക്കലായിരുന്നു. അധികാരത്തിലേക്ക് വരിക എന്നത് തന്നെ അത് ശരിയായിട്ടുള്ള നിലപാടല്ല. ഇത് അതന്നെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ആസാദ് സമാജ് പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ കേരളത്തിലടക്കം തൃശ്ശൂർ ജില്ലയിലടക്കം ഉടലെടുക്കുന്നതോടുകൂടി ഇപ്പം അതിൻ്റെ രൂപീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയെ. അപ്പോൾ അതോടുകൂടി പുത്തഞ്ചിറ അടക്കമുള്ള കേരളത്തിലെ എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലും നിയമസഭകളിലും ലോകസഭയിലേക്കൊക്കെ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ മതന്യൂനപക്ഷങ്ങളുടെ മറ്റു പിന്നോക്കക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന തരത്തിലേക്ക് ഈ പ്രസ്ഥാനം മാറുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യും. രാഷ്ട്രീയ അധികാരം തന്നെയാണ് ലക്ഷ്യം, അല്ലെങ്കിൽ അത് തർക്കമില്ല. ഇത് സാമൂഹ്യ സേവനത്തിന് ഭീമാർമിയുണ്ട്. രാഷ്ട്രീയ അധികാരത്തിലേക്ക് നമ്മൾ എന്തായാലും കടന്നു വരും. അപ്പോൾ എന്തായാലും ഇതൊരു ചുവടുവെപ്പാണെന്നാണ് താങ്കൾ? തീർച്ചയായിട്ടും ഇത് ചുവടുവെപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വാളയാറ് നടക്കുന്ന നീതി സമരത്തിലെ അംഗമാണ് ഞാൻ. അതിലെ നടക്കുന്ന നിയമപരമായിട്ടുള്ള ഹൈക്കോടതി നടക്കുന്നതിന് മേൽനോട്ടം വഹിക്കാനായിട്ട് ഇവിടുന്ന് പോകുന്ന വക്കീലന്മാരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ സമരമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. ഇപ്പോൾ താങ്കളിപ്പോൾ ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്, ആളൂർ ഡിവിഷനിൽ നിൽക്കുന്നുണ്ട്, അതിനെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ഇതിന് പിന്തുണച്ചിട്ട് നമ്മളെങ്ങനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇപ്പോൾ പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ CPML പോലുള്ള പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകൾ, പരിസ്ഥിതി സംഘടനകൾ, അങ്ങനെ വരുന്ന പിന്നെ ദളിത് വിഭാഗത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന നിരവധി സമുദായ സംഘടനകൾ നമ്മളെ പിന്തുണച്ചിട്ടുണ്ട്. ഈ സമുദായ സംഘടനകൾ പിന്തുണയ്ക്കാൻ കാരണം ജനറൽ കാറ്റഗറിയിൽ ഈ SCA പോലുള്ള പട്ടികവർഗത്തിൽപ്പെടുന്ന ആളുകളെ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ ഇവർ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദളിത് സംഘടനകൾ പറയുന്നത്. അതിലപ്പുറമായിട്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ 2019-20 വിവരാവകാശം നമ്മൾ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഇതില്ല. ആ വിവരാവകാശത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. ഇവിടെ കഴിഞ്ഞ തവണ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒന്ന് പോയിട്ടുണ്ട്, ആരാണെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല. മത്സരിച്ച് പോയി ഉദ്ഘാടനത്തിന് എവിടെയൊക്കെ വന്നു പോകുന്ന ആളുകൾ എന്നല്ലാതെ ഇവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇപ്പോൾ 2019-20 വർഷം സാമ്പത്തിക വർഷത്തിൽ പട്ടിക ജാതിക്കാർക്ക് വേണ്ടി 30,16,00,000 രൂപയാണ് വകയിരുത്തിയത്. അതിൽ 6 കോടിയിൽ താഴെയാണ് ചെലവഴിച്ചത്. അപ്പോൾ 29 കോടി എവിടെ പോയി? കാണാനില്ല. അതാരും ചോദിക്കാനായിട്ട് പോകുന്ന പട്ടികക്കാരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള അടിമകളായിട്ടുള്ള റിസർവേഷൻ അനുഭവിക്കുന്ന ആളുകൾ ചോദിക്കാനില്ല. അവർ അന്വേഷിക്കില്ല. അപ്പോൾ പിന്നെ ഈ വരേണ്യവർഗത്തെ പ്രസ്ഥാനത്തിന് ആളുകൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി 68 ലക്ഷം രൂപയാണ് ആദിവാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. 10 നയ പൈസ ബില്ല് മാറി കൊടുത്തില്ല. ഇത് അന്വേഷിക്കാൻ ആളില്ല. അപ്പോൾ നമ്മൾ വിവരാവകാശം വെച്ചപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി അനുവദിക്കില്ല, അത് ഒരു തർക്കമില്ല. ഈ ഭീമാർമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടോ? അതായത് എന്തെങ്കിലും ഇപ്പോൾ താങ്കളെ പോലുള്ളവർ ഒരുപാട് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ഭീമാർമി ഇപ്പോൾ ഈ വാളയാർ വിഷയം എറണാകുളത്ത് നടത്തിയ സമരം അവരാണ് നേതൃത്വം കൊടുത്തത്. അതിൽ പല ആളുകളും ഇപ്പോൾ മൻസൂർ കൊച്ചുകടവിലുള്ള അദ്ദേഹത്തിനാണ് നമ്മുടെ ഇവിടുത്തെ ഭീമാർമിയുടെ കോർഡിനേഷൻ ഉള്ളത്.
അദ്ദേഹം ജയിലിലായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇപ്പം നിരവധി കേസുകളുണ്ട്. കേസുകളായി. ഇപ്പം അദ്ദേഹം കണ്ണൂരും കോഴിക്കോടൊക്കെ ഇത് ജില്ലാ കമ്മിറ്റി രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കേ. അദ്ദേഹം അടുത്ത ദിവസം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കൊറോണ കാലത്ത് നമ്മളൊരു സ്ഥിതി സമത്വം നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇവിടെ നടന്ന സാമ്പത്തിക കൊഴുപ്പുകൾ ഇപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആശയപരമായിട്ട് മൂല്യമുള്ള ചാനലുകൾ മാത്രമാണ് എന്നെ പോലുള്ള ജനാധിപത്യ പ്രവർത്തകർക്ക് ആകെ ആശ്വാസമുള്ളത്. അതിൽ പ്രത്യേകം ലൈം ടൈമിനെ പോലുള്ള ഈ ഒരു പ്രസ്ഥാനം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രത്തിൻ്റെ മുന്നിൽ. എന്തായാലും ഇപ്പോൾ സാറ് ആളൂർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രചരണം ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലായാലും അറിയണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? അതിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ, ആളൂരായാലും വെളുക്കര എന്ന് പറഞ്ഞാൽ വെളുക്കര 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് വലിയ ചർച്ചയുടെ കാര്യമാണ്. ഇപ്പോൾ സാറിനെ തന്നെ ഇതിനകത്ത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ കൊടുങ്ങല്ലൂർ മത്സരിച്ച ആളാണ്. അത് നമ്മൾ അന്നും ഒരു ദളിത് പിന്നോക്ക ന്യൂനപക്ഷ പ്രസ്ഥാനം സ്വയം പേരിട്ട് മത്സരിച്ചാണ്. അതിലും കാര്യം ഇത് തന്നെയാണ്. ഇവിടുത്തെ വരേണ്യവർഗം അത്തരം ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഈ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകളെ പരിഗണിക്കാൻ അവർ തയ്യാറല്ല. അത് വോട്ട് ബാങ്കും മതവും ജാതിയും സമ്പത്തും വെച്ച സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു. അപ്പോൾ അതിലൊരു പ്രതിഷേധം കൂടിയായിരുന്നു. പിന്നെ ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകനാണ്. എല്ലാ കുളങ്ങളും അല്ല, പൊളിറ്റിക്കൽ സ്ലേവറി നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. മറ്റൊരാളെയും ഓരോരുത്തരെയും നമ്മൾ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുന്നത്. അതെ, മറ്റൊരു സ്വാതന്ത്ര്യമാണ്, ഒരു വിമോചനം. ആദ്യകാലത്ത് ഇപ്പോൾ നമുക്ക് ഈ പാടത്തും പറമ്പിലും കിടന്നിരുന്ന അടിസ്ഥാന വർഗത്തിനെ 3 സെൻറ്റ് 5 സെൻറ്റ് കോളനിയിൽ കൊണ്ട് ഒതുക്കി അവസാനം അവർ തന്നെ പറഞ്ഞു കോളനിയിലുള്ള ആളുകളൊക്കെ കഞ്ചാവും മദ്യമായിട്ട് കഴിയുന്ന ആളുകൾ തന്നെ ഈ കൊടുത്ത ആളുകൾ തന്നെ അധപതിച്ചു. ഇപ്പം ഏറ്റവും ഗതികേട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫ്ലാറ്റ് കൊടുക്കേ 417 സ്ക്വയർ ഫീറ്റ്, മുറ്റം പോലും ഇല്ല കുട്ടികൾക്ക്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിഭാഗത്തിന് നാളെ 4 സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മകളെ കല്യാണം കഴിക്കാനായിട്ട് അത് പണയം വയ്ക്കും. അപ്പോൾ എല്ലാം നിഷേധിക്കുകയാണ്. ഇനിയിപ്പോൾ 417 സ്ക്വയർ ഫീറ്റിലേക്ക് കൊണ്ടുപോയേ. അപ്പോൾ അതിൽ കമ്മീഷൻ പറ്റാനാണ്. അത് ഞാൻ വേറെ പറയണില്ല. ഈ സ്വപ്നയും അതുപോലെ തന്നെ ശിവശങ്കരനൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാക്കണം എന്നുള്ള കാര്യം നമുക്കില്ല. പക്ഷെ അവരൊക്കെ ഇതിന്റെ ഉപോൽപ്പന്നങ്ങളാണ്. അത് വേറൊരു വിഷയം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതേ, സാധാരണക്കാര് എന്നൊരു വിഭാഗം ഉണ്ട് ഇതിനകത്ത്. അതുണ്ട്. അതായത് സാധാരണക്കാരന്റെ മനസ്സിലേക്കാണ് ഇപ്പോൾ താങ്കളെ പോലുള്ളവരുടെ ആശയം ചെല്ലേണ്ടത്. മറ്റവരൊരിക്കലും നേരത്തെ പറഞ്ഞ കൊഴുപ്പാണ്. അപ്പോൾ സാധാരണക്കാരന്റെ ഉള്ളിലേക്കാണ് നിങ്ങളെ പോലുള്ള ഒരു ആശയം ചെന്നാൽ മാത്രമാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇവിടെ ഒരു മികവുണ്ടാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഒരു നിശ്ചിത അളവിൽ ഒരു വോട്ട് പിടിക്കാനായിട്ട് കഴിയുമെങ്കിൽ തുടർന്ന് വരുന്ന ഇലക്ഷനിലും നാട്ടിലുള്ള പ്രചരണത്തിൻ്റെ ആ ഭാഗമായിട്ടുള്ള അത്രയും ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് പോലും ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. കാരണം ഇവിടെ നിലനിൽക്കുന്ന പ്രസ്ഥാനം CPM-ൻ്റെ ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, CPI-യുടെ ആളുകൾ വോട്ട് ചെയ്യണം, സംഘപരിവാറിലെ അടിമകളായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യണം. അതുപോലെ തന്നെ കോൺഗ്രസ്സിലുള്ള ദളിത് കോൺഗ്രസ്സുകളും വോട്ട് ചെയ്താലേ ഞങ്ങൾക്ക് വോട്ടുണ്ടാവും. ഞങ്ങൾക്ക് വോട്ടില്ലല്ലോ. അടിമകൾ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, അത് ആരെയാണ്? അത് തീർച്ചയായിട്ടും അടിമകൾ എന്ന് ഞാൻ പറയില്ല, അടിമത്വം എന്ന് പറയാനാണ്. ഒരു പൊളിറ്റിക്കൽ ഒബീഡിയൻസ് എന്ന് പറയാം, അതായത് രാഷ്ട്രീയ വിധേയത്വം എന്ന് പറയാം. അടിമകൾ എപ്പോഴും ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. കാരണം വിധേയത്വം ഒരിക്കലും വിട്ടുപോകില്ല. വിധേയത്വം അടിമത്തത്തെക്കാളും ഭീകരമാണ്. ഒരു യജമാനൻ, ഇപ്പോൾ ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന നമ്മുടെ സക്കറിയുടെ നോവലിൽ പറയേണ്ടത്. അപ്പോൾ ഇതിനകത്തൊരു വിഷയമുള്ളത്, സ്വാതന്ത്ര്യം ഇപ്പോഴും ജനങ്ങളിൽ എത്തിയിട്ടില്ല. ഇല്ലേ, സ്വാതന്ത്ര്യം എത്തിയിട്ടില്ല. അതിപ്പോൾ മുതലാളിത്ത പാർട്ടി പിന്നീട് ഗാന്ധിജിനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സ്വാതന്ത്ര്യം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന്. മഹാനായ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, സ്ഥിതി സമത്വം കൈവരിക്കാതെ ഇവിടെ സ്വാതന്ത്ര്യം കൈവരിക്കാൻ പറ്റില്ല. സമത്വം കൈവരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോഴും സംവരണം മുന്നോക്കക്കാരായിട്ടുള്ള പിന്നോക്കക്കാർക്ക് സംവരണം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല, ഒരു ലോണോ പലിശ ഇളവോ പലിശയില്ലാത്ത ലോണോ കൊടുത്ത് തീർക്കേണ്ട ഒരു സാമ്പത്തിക പ്രശ്നത്തെ വെറും വോട്ട് ബാങ്കിൻ്റെ മാത്രം ലക്ഷ്യം വെച്ച് സംഘപരിവാറിൻ്റെ അജണ്ട കേരളത്തിലെ CPM പ്രസ്ഥാനം നടപ്പിലാക്കി എന്നുള്ളതാണ്. ശരി, അത് അവർക്ക് തന്നെ ദോഷം. കാരണം ഈ സംവരണം അനുഭവിക്കാമെന്ന പിന്മുറ ഈ പിന്നോക്കക്കാർ പോകുന്ന RSSലേക്ക് ഇനി പോകുള്ളൂ.
ഒരു RSSനെ പോലും ശത്രുവായിട്ട് കാണുകയും RSSന്റെ അജണ്ട സംരക്ഷിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടി അതിനെ പിന്തുണയ്ക്കുന്ന ആളാണ് കോൺഗ്രസ്. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. അവിടെ ഇത് കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുള്ള പ്രസ്ഥാനങ്ങൾ സമരത്തിലേക്ക് പോരാൻ പോകുന്നു പറയുന്നത്. ന്യൂനപക്ഷം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ന്യൂനപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന സമത്വവാദിയായിട്ടുള്ള ഒരു ദലിത് നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഉത്തരേന്ത്യയിൽ, ഇന്ത്യയിൽ ലോകം ശ്രദ്ധിക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനം, ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന 12 മുതൽ 35 വരെയുള്ള അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്ന സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം നയിച്ച അദ്ദേഹമാണ്. അത് വോട്ടിന് വേണ്ടി ഞാനത് മാറ്റിവെക്കുന്നില്ല. അങ്ങനത്തെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അത് തുറന്നു പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിയ സമരം അത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ ജീവിത പ്രശ്നം കൂടിയായിരുന്നു. അതിവിടെ അവസാനിച്ചിട്ടില്ല, അത് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഒരു ചന്ദ്രശേഖർ ആസാദിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവഗണിക്കാൻ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കോ മനുഷ്യാവകാശവാദികൾക്കോ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കോ നല്ല കോൺഗ്രസ്സുകാർക്കോ സാധിക്കില്ല. അത് തീർച്ചയാണ് കാര്യം. ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിലെ പ്രഥമ സ്ഥാനം ഇതിലെ ആദിവാസി പട്ടികജാതി വിഭാഗങ്ങൾക്കാണ് ഇതിൽ മാറ്റിവെച്ചത്. രണ്ടാമതാണ് ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് ഇതിലുള്ളത്. മൂന്നാമത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ അടിസ്ഥാന വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മുസ്ലിം സഹോദരങ്ങൾക്കും അതുപോലെ പിന്നോക്കക്കാർക്കും ഉണ്ട്. കാരണം അവരെക്കാളും താഴെ നിൽക്കുന്ന ജനതയിലേക്ക്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിവരാവകാശത്തിൽ പറയുന്ന ഈ രേഖ. ഈ രേഖ ഈ വേളുക്കര, ആളൂർ, പുത്തഞ്ചിറ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിൽ നമ്മൾ എത്തിക്കുന്നതോടുകൂടി ഈ രാഷ്ട്രീയ അധികാരത്തിൽ കാണിക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥയും നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. അതിൽ CPMനും കോൺഗ്രസിനും BJPക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മളെ ഏറ്റെടുക്കുകയാണ്. ഇവർ ശ്രദ്ധിക്കാത്ത ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കൊണ്ടുവരും. എന്താ പറയുക, അടിച്ചമർത്തപ്പെട്ട ഒരു ജനത ഇനിയും സമൂഹത്തിലുണ്ട് അല്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അവരെ ഉയർപ്പിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അതിലേറ്റവും വലിയ നമ്മൾ വളരെയേറെ വിഷയം അതല്ലേ. അവിടെ 8 പേര് പ്രതികളാരാ? ഭരണകക്ഷിയുടെ പ്രതികളാണ്. ഞാൻ പേര് പറയുന്നില്ല. ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരാളാണ്. ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ആ സമരത്തിൽ എന്താ അവർ പറയണേ, ഒരു സ്ത്രീ മുന്നോട്ട് ഒരു പരാതി പറയുമ്പോൾ അവരുടെ ചാരിത്രം ചോദിക്കുന്നത്. കലാഭവമണിയുടെ കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ മദ്യപാനം ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് പോകാൻ തയ്യാറല്ല. രാമകൃഷ്ണൻ എന്ന് പറയുന്ന അതുല്യനായ കലാകാരനെ കുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പോലും പറഞ്ഞത് എന്താ, കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞത്. സത്യത്തിൽ അതൊരു പ്രതിഷേധമായിരുന്നു. നിജസ്ഥിതി എന്താണെന്ന് ഈ സമൂഹത്തിന് ബോധ്യമല്ല. എന്ന് വെച്ചാൽ ഭീമാർമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല. ഈ രാഷ്ട്രത്തിൻ്റെ എന്ന് ഞാൻ പറയില്ല. രാഷ്ട്രം അതിനപ്പുറം വേറെ രാഷ്ട്രങ്ങളുണ്ട്. ഒരു ജനസമൂഹത്തിൻ്റെ, അടിച്ചമർത്തപ്പെട്ട ജനസമൂഹത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. ശരി. അപ്പോൾ താങ്കൾക്കും അല്ല, അതിൽ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്. നമ്മൾ പൊതുവിഷയം എന്ന് പറഞ്ഞപ്പോൾ പുത്തഞ്ചിറ തന്നെ ഉണ്ടായ ഏറ്റവും വലിയ വിഷയം അത് ലൈം ടൈമാണ് അത് കൊണ്ടുവന്നത്. ആ റോഡ് ലൈം ടൈമിനെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കാരണം അത് ഈ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ലൈം ടൈമിൽ കൊടുത്ത ടോക്കാണ് അതിലെ കോൺട്രാക്ടർ അടക്കമുള്ള ആളെ വിളിച്ച് പല VIPs അവർ വിളിച്ച് വിമർശിച്ചു. ആ റോഡിൽ നിങ്ങൾ ചെയ്തില്ല. ആ ലൈം ടൈം ആ രാധാകൃഷ്ണൻ വക്കീലൊക്കെ ഉൾപ്പെടുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ പുത്തഞ്ചിറ ജനകീയ കൂട്ടായ്മ കൊണ്ടുവന്നുകൊണ്ടാണെന്ന് മാത്രം നടന്നത്. ഇപ്പം അതുകൊണ്ട് വെള്ളൂർ അന്ന് അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് അടക്കം പറഞ്ഞ അവിടെ വേറെ കലങ്ക് പണിയാൻ കഴിയില്ലെന്ന് പറഞ്ഞത്. കലങ്ക് പണിയാൻ കഴിയില്ല. പക്ഷെ അവിടെ ഇപ്പോൾ നിലമ്പതി മാറ്റി കലങ്കാക്കി. അത് തീർച്ചയായിട്ടും എൻ്റെ വിജയമെന്ന് ഞാൻ പറയില്ല. ഞാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് പുത്തഞ്ചിറ ജനങ്ങളുടെ വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാർ മൗനം പാലിച്ച ഈ റോഡ് നിർമ്മാണത്തിൽ ജനകീയ കൂട്ടായ്മയിൽ കൂടി തന്നെയാണ് അത് നേടിയെടുത്തത്. അതിൽ പ്രത്യേക അഭിമാനം എനിക്കുണ്ട്. തീർച്ചയായിട്ടും അതുപോലെയുള്ള ഓരോ ലക്ഷ്യങ്ങളും അതുപോലെ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നമുക്കൊരു കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊമ്പത്തോടതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ഭാവനയുണ്ട്. അതായത് ഇവിടെ കരിങ്ങിച്ചിറ തുടങ്ങി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലേൻ്റെ തെക്കിൻ്റെ വെന്നീസ് എന്ന് പറയാം പുത്തഞ്ചിറ കൊമ്പത്തോടിനെ. അത്രമാത്രം വെള്ളത്തിൻ്റെ നീളം ഒഴുക്കാണുള്ളത്. ഇപ്പോൾ കരിങ്ങിച്ചിറ തുടങ്ങി പുലയന്തുരത്ത് കറങ്ങി 1.5 മണിക്കൂർ യാത്ര ചെയ്യാം. ഈ കൊറോണ കാലത്ത് സമ്പദ് വ്യവസ്ഥയിലേക്ക് നമുക്ക് ഈ ഭാഗത്ത് വിനോദസഞ്ചാരം കൊണ്ടുവരാൻ കഴിയും. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളും ജനപ്രതിനിധികളും എന്നെ പോലുള്ള ആളുകൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ
മാള പഞ്ചായത്തും പുത്തഞ്ചിറ പഞ്ചായത്തുമായിട്ട് യോജിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കപ്പിത്താൻ മുറി തുടങ്ങി കോലത്തുനിന്ന്, കൊമ്പത്തറ കടവ് തുടങ്ങി, ആനപ്പാറ പുത്തഞ്ചിറ ആനപ്പാറയ്ക്കുള്ള കടവ് തുടങ്ങി 1.5 മണിക്കൂർ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരം സംഘടിപ്പിക്കാൻ പറ്റും നമുക്ക്. പുലയന്തുരുത്ത് എന്ന് പറഞ്ഞ മഹാ സൗന്ദര്യത്തിൻ്റെ ഒരു തുരുത്താണത്. അത് പട്ടം ചുറ്റി പോരാം. അത് വലിയൊരു വിനോദസഞ്ചാരത്തിന് സാധ്യതയുള്ള. ഇപ്പം ഉള്ള സമൂഹത്തോട് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഭീമാർമി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. സാധാരണ എല്ലാവരും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പായിട്ട് കാണണം. അത് ഒരുപക്ഷെ വാർഡുകളിൽ അത് സർവ്വസാധാരണമായിരിക്കാം. ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരള നിയമസഭയിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യമാണ്. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് നിലനിന്ന് വരുന്ന വർഗീയ മുതലാളിത്ത കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലും മറ്റു ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് തന്നെ വലിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ കണ്ടുകൊണ്ടായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഫണ്ടിൻ്റെ രൂപീകരണത്തിൽ, വിനിയോഗത്തിൽ മതത്തിൻ്റെയും ജാതിയുടെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും അപ്പുറമായിട്ട്, അതുകൊണ്ട് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അധികാരം ജനസേവനത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കുന്നത്. അതുകൊണ്ട് അധികാരം ജനസേവനത്തിന് നടക്കുന്ന പാർട്ടി സേവനങ്ങൾക്ക് അപ്പുറമായിട്ട് ജനങ്ങളെ സേവിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കണം. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളപ്പുറമായിട്ട് കൃത്യമായ രാഷ്ട്രീയവും കൃത്യമായ സാമൂഹ്യ ബോധവുമുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കണമെന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടെ ലൈംലൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു അഭിമുഖം തന്ന രാധാകൃഷ്ണൻ സാറിനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞ ആ ഒരു മെസ്സേജും എല്ലാവരും കേട്ട് കാണും. ഇതിൽ നിന്നിട്ടും ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം വേണോ, എന്താണ് ഇപ്പോൾ പറഞ്ഞു അടിച്ചമർത്തപ്പെട്ട ജനതയാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഉയർന്നു വരാനുള്ളൊരു ബോധം ജനങ്ങൾക്കുണ്ടാകട്ടെ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. സാറിനും സാറിൻ്റെ പ്രസ്ഥാനത്തിനും 1000 ആശംസകൾ അർപ്പിക്കുന്നു. ലൈംലൈറ്റിനും എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ എന്നത് കേട്ട ആൾക്കും എൻ്റെ അഭിമുഖം എനിക്ക് അവസരം തന്ന ലൈംലൈറ്റിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലും എന്നെ പിന്തുണയ്ക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്.